നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. മഴക്കാലത്ത് മുറിവുകൾ വന്നാൽ അത് മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളിലായിക്കോട്ടെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. മഴക്കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ അത് സുരക്ഷിതമായി പരിചരിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മൃഗങ്ങളിൽ പലപ്പോഴും ആ വ്രണങ്ങളിൽ പുഴു ഉണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട്. ഒരു മുറിവുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം തന്നെ ആ മുറിവ് നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം ഒരു അണുനാശിനി ഉപയോഗിച്ച് കഴുകുക. അണുനാശിനി എന്ന് പറയുമ്പോൾ ടിങ്ചർ അയഡിൻ ഉപയോഗിക്കാം. ബീറ്റാഡിൻ സൊല്യൂഷനൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നുമില്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കഴുകുക. ഇതും അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ആ മുറിവ് കഴുകാവുന്നതാണ്. അണുനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓയിൻമെന്റ് ഏതെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ അടിച്ചു കൊടുക്കാം. ടോപ്പിക്കൽ സ്പ്രേ ഒക്കെ ലഭ്യമാണ്, പല കമ്പനികളുടെ സ്പ്രേ ലഭ്യമാണ്. അതുപോലെ മുറിവിലിടുന്നതിനുള്ള ആന്റിസെപ്റ്റിക് ഓയിൻമെന്റുകളും ലഭ്യമാണ്. ഇത് നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യണം. ചിലപ്പോഴെങ്കിലും ഈ മുറിവുകളിൽ പുഴു വന്നേക്കാം. പ്രത്യേകിച്ച് മഴക്കാലമാവുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഈ പുഴു വരുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ പുഴു മുറിവിലേക്ക് വന്ന് കയറുന്നതാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. മുറിവിലേക്ക് ഒരിക്കലും പുഴുക്കൾ വന്ന് കയറുന്നതല്ല. അവിടെ വന്ന് ഈച്ച മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞ് പുഴുവാകുന്നതാണ്. ഈ ഈച്ച മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ജീവിതചക്രം 7 ദിവസമാണ്. ഈ 7 ദിവസത്തിനുള്ളിൽ ജീവിതചക്രം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആ മാംസം തിന്നാണ് അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ചയായി മാറുന്നത്. പുഴുവിന്റെ വലിപ്പം കൊണ്ട് തന്നെ എത്ര ദിവസമായ മുറിവാണെന്നും എത്ര ദിവസമായി ഇതിൽ പുഴു വളരാൻ തുടങ്ങിയിട്ട് എന്നും ഒരു വെറ്റിനറി ഡോക്ടർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള മുറിവുകൾ കരിയുന്നതിന് പ്രധാനമായിട്ടും വേണ്ടത് പുഴുവിനെ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുഴുക്കളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള സ്പ്രേകൾ ഉപയോഗിക്കാം. അതായത് മാഗോട്ടിസിഡലായിട്ടുള്ള സ്പ്രേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാഗട്ട് എന്ന് പറഞ്ഞാൽ പുഴുവിനെയാണ് മാഗട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ പുഴുക്കൾ ചത്തുപോകുന്ന തരത്തിലുള്ള സ്പ്രേ ഉണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അങ്ങനെയുള്ള സ്പ്രേകളെ പറ്റി അറിയാമായിരിക്കും. മാഗോട്ടിസിഡലായിട്ടുള്ള ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞ് ഒരു വെറ്റിനറി ഡോക്ടർക്കോ അത് പുഴുക്കളെ നീക്കം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇതിൻ്റെ പുഴുക്കളെ നീക്കം ചെയ്യുന്നതെങ്കിൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറേ പുഴുക്കൾ പുറത്തേക്ക് അതിൻ്റെ സ്മെല്ലും ആ മരുന്നിൻ്റെ എഫക്റ്റും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അഴുക്കൊന്നുമില്ലാത്ത ഒരു ഈർക്കിൽ കൊണ്ടോ മറ്റോ തോണ്ടി പുറത്തേക്ക് കളയുക. എന്നിട്ട് വീണ്ടും സ്പ്രേ അടിച്ചു കൊടുക്കുക. സ്പ്രേ അടിച്ചതിന് ശേഷം ഓയിൻമെന്റ് വെച്ച് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞിട്ടും ഈ മുറിവ് കരിയുന്നില്ല അല്ലെങ്കിൽ പുഴു കൂടുതലുണ്ട് എന്ന് തോന്നിയാൽ ഒരു വെറ്റിനറി സർജന്റെ സഹായം തേടുക. ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് ഞാൻ അടുത്ത കൺസൾട്ടേഷന് വേണ്ടി വന്ന ഒരു ഡോഗിന്റെ കാലിലെ പുഴു എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഡോഗ് കാല് കുത്തുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് മുറിവുണ്ടായിരുന്നു. മുറിവിൻ്റെ തുടക്ക ഭാഗം ചെറുതാണെങ്കിലും അകത്തേക്ക് നല്ല ആഴമുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് പശുവിൻ്റെ പുറകു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ മുറിവ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മുറിവേ നോക്കുമ്പോൾ കാണുകയുള്ളൂ. പക്ഷെ ഉള്ളിലേക്ക് ആ പുഴു തുരന്നു പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ദ്വാരം കണ്ടാൽ ആ ദ്വാരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നത് പോലെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുഴു ഉണ്ടോ എന്ന് ഒന്ന് സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പുഴു ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചികിത്സിച്ചിട്ട് 2 ദിവസം ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ശരിയായില്ല എങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറെ സമീപിക്കുകയും പിന്നീട് ഇഞ്ചക്ഷൻ പോലെയുള്ള മരുന്നുകളുടെ സഹായത്തോടു കൂടി ഈ രോഗബാധ ഒഴിവാക്കാവുന്നതാണ്. പുഴുക്കളെല്ലാം ചത്തുപോയി എല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ മുറിവ് ഉണങ്ങുന്നതാണ്. എന്നാൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മളിങ്ങനെ പുഴുവൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് പരിസര ശുചിത്വവും മൃഗത്തിൻ്റെ ശരീര ശുചിത്വവും വളരെ
പ്രധാനമാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.